ലൈഫിൽ വലിയ അംബീഷൻസ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഞാൻ ഏറ്റവും നന്നായിട്ട് വലിയ രീതിയിൽ അച്ചീവ് ചെയ്യാൻ ഏത് മേഖലയിലേക്കാണ് പോകേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ അറ്റ് സം പോയിന്റ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പിവറ്റ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത്. അത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെയാണോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പുതിയ ട്രെൻഡ് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്നറിയോ? വലിയ ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കോടി റുപ്യൊക്കെ ഏത് മേഖലയിലാണ് ഇപ്പോൾ പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വലിയ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലത്തെ വാർത്ത എന്താണെന്നറിയോ? $157 ബില്യൺ വാല്യുവേഷനിൽ ഓപ്പൺ AI $6.6 ബില്യൺ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. പുറമെ $4 ബില്യൺ ക്രെഡിറ്റും കൂടി അവർക്ക് അവൈലബിൾ ആവുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇത് വാർത്താ പ്രാധാന്യം, അല്ലെങ്കിൽ അതെന്താ റീസൺ അറിയോ? എന്തുകൊണ്ട് നമ്മളിത് ശ്രദ്ധിക്കണം എന്നുള്ളത് അറിയോ? ഇപ്പോൾ ഓൾറെഡി ChatGPT ഒരു എബിലിറ്റി നമുക്കറിയാം. പല കാര്യങ്ങളിലും അതൊരു ഹ്യൂമൻ ലെവൽ ഇൻ്റലിജൻസിൻ്റെ മുകളിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ചില ഫ്രണ്ടുകളൊക്കെ തന്നെ അവർ മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് റിപ്പോർട്ടോ ഒക്കെ അയക്കുന്ന സമയത്ത് നമുക്കറിയാം ഓലെ കൊണ്ടൊന്നും ജന്മം ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു മെയിലോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒന്നും കൂട്ടിയാൽ കൂടില്ല. സം കൈൻഡ് ഓഫ് മുന്നേ ആണെങ്കിൽ നമ്മൾ വിചാരിക്കും വേറെ ആരെങ്കിലും അവർ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുക ChatGPT ആണോ Gemini ആണോ എന്നുള്ള രീതിയിലല്ലേ ചോദിക്കുക. അതായത് നിലവിൽ ChatGPT ഒക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ലെവൽ ഓഫ് ഇൻ്റലിജൻസിനെ കുറിച്ച് നമുക്ക് നിലവിലെ ധാരണയുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയും വലിയ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് അടുത്ത ലെവൽ എന്തായിരിക്കും അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഓപ്പൺ AI ഇപ്പോൾ $10 ബില്യൺ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും സാലറി ഷെയർ ചെയ്തെടുക്കായിരിക്കില്ലല്ലോ ചെയ്യുക. പകരം അവർ പുതിയ ചിപ്പുകൾ വാങ്ങുന്നുണ്ടാവും, അതുപോലെ പുതിയ റിസർച്ചിൽ ഏർപ്പെടുന്നുണ്ടാവും, പുതിയ ടാലൻറ്റുകൾ കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ അപ്പോൾ AIൻ്റെ അടുത്ത ഘട്ടം കൊണ്ടുവരാനായിരിക്കണം അവർ ഈ ഫണ്ട് റേസ് ചെയ്യുന്നതെന്നുള്ള ഉറപ്പല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു എഗ്രിമെൻറ്റ് ക്ലോസ്ലി വാച്ച് ചെയ്തപ്പോൾ അവർ ഇതിലൊരു ശരിക്കും യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നോർമലി ഈ വലിയ വെഞ്ചർ ഫണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അവർ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയിൽ മാത്രമല്ല ചെയ്യുക, അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. റീസൺ എന്താണെന്ന് വെച്ചാൽ ആരാ കൂട്ടത്തിൽ വിജയിക്കാൻ അറിയില്ലല്ലോ. പക്ഷേ ഈ ഓപ്പൺ AI ഈ ഫണ്ടിങ് റൗണ്ടിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ക്ലോസ് വെച്ചിട്ടുണ്ട് അത്രേ. അതായത് ഓപ്പൺ AIയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഓപ്പൺ AIക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ XAI ഇലോൺ മസ്കിൻ്റേത്, അല്ലെങ്കിൽ ആന്ത്രോപ്പിക്കിലേക്കാണ് ഇപ്പോൾ ഓപ്പൺ AI റിസൈൻ ചെയ്തിട്ട് കുറേ ആൾക്കാർ പോയി ജോയിൻ ചെയ്തിട്ടുള്ളത്. അത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. അതിലേക്കോ ഇവൻ ഇനി ആ രീതിയിലേക്ക് വരുന്ന ഫേസ്ബുക്ക് ഗൂഗിളൊക്കെ വലിയ കമ്പനികളാണ്. ലൈക്ക് അവർക്ക് ഫണ്ട് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. ഈ കമ്പനിയിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവർ ഇൻവെസ്റ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, NVIDIA ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, സോഫ്റ്റ് ബാങ്ക്, കോസ്ല വെഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമ്പനികൾ ഈ ഫണ്ടിങ് റൗണ്ടിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാവരും കൂടിയാണ് ഈ ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോമ്പീറ്റിംഗ് കമ്പനികളിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനികൾ ഡെഫിനറ്റ്ലി ഓപ്പൺ AIയുടെ ഫ്യൂച്ചറിൽ വിശ്വസിക്കുന്നുണ്ടാവാം. രണ്ടാമത്തേത്, ഈ മേഖലയിൽ ഇനി ഒരു കടുത്ത മത്സരം വരും എന്നുള്ളതും ഇനി ഏത് ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ആയിരിക്കും ഇവർ അച്ചീവ് ചെയ്യുക എന്നുള്ളതുമാണ് ഇനി നമ്മളെ ചോദ്യം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരേണ്ടുന്ന ചോദ്യം. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ചുമ്മാ ഒന്നിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ ടെക്നോളജി മേഖലയിലെ പുതിയ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾ അറിയാറുള്ളത്? ലൈക്ക് ഞാനും എല്ലാം ഞാൻ സീറോ എന്ന് കണ്ടുപിടിക്കുന്നൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾക്ക് വീഡിയോ രൂപത്തിലൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ റെഫർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മോ ഗോഡറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. മോ ഗോഡറ്റ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം Google X എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൻ്റെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു റിസർച്ച് ലാബ് ഉണ്ട്. ഗൂഗിളിൻ്റെ വളരെ എന്താ പറയുക അംബീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക് ത്രൂ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് സാധാരണ ഇതിൻ്റെ അകത്തു നിന്നാണ് വരിക. ഇതൊരു ഡിവിഷനാണ്. അതായത് മെയിൻ സ്ട്രീം ആയിട്ട് ഗൂഗിളിൻ്റെ നോർമൽ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്ന ഡിവിഷൻ ഉണ്ടാകും. Google X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി അംബീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് റിസർച്ച് ലെവലിൽ കൊണ്ടുവന്ന് പിന്നീട് അത് അത്യാവശ്യം നല്ല പ്രൊജക്റ്റൊക്കെ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സെപ്പറേറ്റ് ഡിവിഷനാക്കി മാറ്റും. അപ്പോൾ ഈ ഡിവിഷൻ്റെ ചീഫ് ബിസിനസ് ഓഫീസർ ആയിരുന്ന വ്യക്തിയാണ് മോ ഗോഡറ്റ്. ഈ Google X മുന്നേ നടത്തിയിട്ടുള്ള അച്ചീവ്മെൻറ്റുകൾ പറയുകയാണെങ്കിൽ ഗൂഗിളിൻ്റെ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ എന്നുള്ള ആശയം, ലൈക്ക് സെൽഫ് ഡ്രൈവിംഗ് ആദ്യം കൊണ്ടുവന്ന ഗൂഗിളാണ്. പിന്നീട് ആ കാര്യത്തിൽ ടെസ്ല ഒരുപാട് മുൻപോട്ട് പോയി. പക്ഷേ ഗൂഗിളിന് വെയ്മോ എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു സെൽഫ് ഡ്രൈവിംഗ് ഡിവിഷൻ തന്നെയുണ്ട്. ഇനി അവർ പ്രൊജക്റ്റ് ലൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് ലോകത്ത് എല്ലാ ഭാഗത്തും ഇൻ്റർനെറ്റ് കൊണ്ടുവരുന്ന ഹോട്ട് എയർ ബലൂണില്ലേ, അങ്ങനത്തെ സംഭവങ്ങളുടെ പ്രൊജക്റ്റൊക്കെ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ Google X ഇങ്ങനെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ ഏർപ്പെടുന്ന ഒരു സംഘടനയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ CBO ആയിരുന്ന മോ ഗോഡറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. ആ വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. പക്ഷേ ആ വീഡിയോൻ്റെ ഒരു സാരാംശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ റെഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് നേരിട്ട് തരികയാണ്. ലൈക്ക് അതിൻ്റെ ഒരു സമ്മറിയും കൂടെ തരികയാണ്. അത് ഫുള്ളായിട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് കണ്ടാൽ മതി. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ആ വീഡിയോയിൽ ആൾക്കാരെ അഭിസംബോധന ചെയ്യുന്നത്
ലൈക്ക് ഹെലോ ഫ്രോഗ്സ് എന്ന് പറഞ്ഞിട്ടാണ്. എല്ലാവരെയും തവളകളായിട്ട് അദ്ദേഹം ഉപമിക്കുകയാണ്. അതായത് അദ്ദേഹം പറയുകയാണ് അദ്ദേഹവും തവളയാണ്, നമ്മളെല്ലാവരും തവളയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ AI-യുടെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ തവളകളെ പോലെയാണ് പെരുമാറുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. തവളകളുടെ പ്രത്യേകത നോർമലി നിങ്ങൾ ഒരുപക്ഷെ ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചൂടുവെള്ളത്തിൽ തവളയെ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തവളയെ പച്ചവെള്ളത്തിലിട്ടിട്ട് വെള്ളം ചൂടാക്കാൻ തുടങ്ങിയാൽ തവള അതിനനുസരിച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കില്ല. ലൈക്ക് അതിനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ബാധിക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ചൂട് ഭയങ്കര അസഹ്യമായി ലാസ്റ്റ് തവള അതിനകത്ത് തന്നെ കിടന്ന് ചാവും എന്നല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ തവളയ്ക്ക് കഴിയില്ല. ഇത് പറഞ്ഞത് AI ദിനം പ്രതി ഓരോ പുതിയ കേപ്പബിലിറ്റികൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ട്രെൻഡ് ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മളെ വിഴുങ്ങാനുള്ള ശേഷി ആക്ച്വലി ഉണ്ട്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പക്ഷേ അത്ര തന്നെ ഒരു കാര്യമായിട്ട് എടുക്കാതെ നമ്മൾ ഒരു തവളകളെ പോലെ നമ്മൾ ജീവിതം ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും. അപ്പോൾ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ COVID-19 എക്സാമ്പിൾ പറഞ്ഞിട്ടാണ്. 2020 തുടക്കത്തിലൊക്കെ കുറച്ച് പേരൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയി. പക്ഷേ നമ്മളാരും COVID-19 അത്ര ഒരു സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നെ അത് ആയിരക്കണക്കിന് ആൾക്കാർ ഹോസ്പിറ്റലാവാൻ തുടങ്ങി, ലക്ഷക്കണക്കിന് ആൾക്കാർ, ഈവൻ മില്യൺസ് ഓഫ് ആൾക്കാർ ഹോസ്പിറ്റലാവുന്ന പോയിന്റിലാണ് നമ്മൾ ഭയങ്കര പാനിക്കായി, നമ്മളെ സിറ്റികളൊക്കെ അടച്ചിട്ടു, ഒരു ഡിഫറെൻറ്റ് ഇതിലേക്ക് മാറിയില്ല. അതായത് ആ സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടായി വരുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ തുടക്കത്തിലേക്ക് അതിങ്ങനെ ഇഗ്നോർ ചെയ്തിട്ട് ജീവിച്ചു. അപ്പോൾ ഇതുപോലെ AI-ൻ്റെ മേഖലയിൽ വരുന്ന ഡെവലപ്മെൻറ്റുകൾ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെന്നാണ് പുള്ളി പറയേണ്ടത്. അതിന് റീസൺ ആയിട്ട് പുള്ളി പറയുന്നത് എന്താണെന്നറിയോ? പുള്ളി ഒരു പ്രോഗ്രാമറായിരുന്നു. പുള്ളി 8ാം വയസ്സ് മുതൽക്ക് കോഡിങ് ആരംഭിച്ചിട്ടുണ്ട് അത്രേ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി. 1967 ജനിച്ച ആളാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു 1975 തൊട്ടിട്ട് പുള്ളി കോഡ് ചെയ്യുന്നുണ്ട്. കോഡിങ്ങിൻ്റെ ഏറ്റവും ആദ്യ കാലങ്ങളിൽ, ഇപ്പോൾ ഇത്ര മെയിൻ സ്ട്രീം ആകുന്നതിനൊക്കെ എത്രയോ മുൻപ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അന്നത്തെ കാലത്ത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് അതിനെ സോൾവ് ചെയ്യും. പിന്നീട് അത് കോഡുകളാക്കി മാറ്റിയിട്ട് കമ്പ്യൂട്ടറിന് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റും. അപ്പോൾ എന്തൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിനെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ശരിക്കും അവിടെ നടക്കുന്നത് നമ്മുടെ ഇൻ്റലിജൻസ് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പിന്നീട് ഇൻ്റർനെറ്റ് വന്നതാണ് അത്ര ശരിക്കും ഒരു ടിപ്പിംഗ് പോയിൻ്റ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. ഇൻ്റർനെറ്റ് വന്നതോട് കൂടിയിട്ട് നമ്മളെല്ലാവരും നമ്മളുടെ കയ്യിലുള്ള ഡാറ്റയിൽ മാത്രം ജീവിക്കുന്നതിന് പകരം ലോകത്തുള്ള സകല ഡാറ്റയും പരസ്പരം കൈമാറ്റം ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ വന്നില്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് AI എന്നുള്ള ആശയം പൊതുജനം അറിയുന്നത് 2022 ChatGPT എന്നുള്ള ഒരു സംഭവം വന്നിട്ടാണെന്നുണ്ടെങ്കിലും AI ആക്ച്വലി 2000 ആരംഭിച്ചിട്ടുണ്ട്. അഥവാ ഇൻ്റർനെറ്റിൽ അത്യാവശ്യം ഡാറ്റയൊക്കെ അവൈലബിൾ ആയ ആ പോയിന്റ് തൊട്ടിട്ട് AI-ൻ്റെ ട്രെൻഡുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം 2009 ചെയ്ത ഗൂഗിൾ എക്സിൽ വർക്ക് ചെയ്ത സമയത്ത് ചെയ്തിരുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കാറ്റ് പേപ്പർ എന്നാണ് അതിൻ്റെ പേര്. കാറ്റ് പേപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കാറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂട്യൂബ് വീഡിയോകൾക്കകത്തുള്ള കാറ്റിൻ്റെ വീഡിയോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ച് പേപ്പറായിരുന്നു അത്. കമ്പ്യൂട്ടറിന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു പൂച്ച എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് പകരം അതിന് അൽഗോരിതത്തെ പൂച്ചനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു രീതിയിൽ വിട്ടുകൊടുത്തു. എന്നിട്ട് അത് സെൽഫ് ലേൺ ചെയ്യാണ് എന്താണ് ഒരു പൂച്ച എന്നുള്ളത്. അദ്ദേഹം പറയുന്നത് എല്ലാ വീഡിയോയിലുള്ള എല്ലാ പൂച്ചയും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് അത് സ്വയം അച്ചീവ് ചെയ്തെടുത്തു. എന്നിട്ട് നോർമലി ഇത് നമ്മൾ കോഡഡായിട്ട് ഇത് പഠിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓരോ വെറൈറ്റി പൂച്ച ഉണ്ടാവില്ല, ലോകത്ത് ഒരുപാട് ടൈപ്പ് പൂച്ചയില്ലേ, അത്രയും പൂച്ചകളുടെ വെറൈറ്റിനെ കുറിച്ച് അതിനെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, മീൻസ് കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ ഒരു 200 മില്യൺ ലൈൻസ് ഓഫ് കോഡെങ്കിലും ആവശ്യമായിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും ഇല്ലാതെ കമ്പ്യൂട്ടർ തന്നെ സെൽഫായിട്ട് പഠിച്ചു. ഈ സിസ്റ്റത്തെ അദ്ദേഹം ഡീപ്പ് ലേണിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് ഡാറ്റ സെറ്റുകൾ അവൈലബിൾ ആക്കിയിട്ട് ആ ഡാറ്റ സെറ്റുകളെ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. അപ്പോൾ ഈ രീതിയിൽ കമ്പ്യൂട്ടറുകൾ പഠനം സെൽഫായിട്ട് പഠിക്കാൻ ആരംഭിച്ചില്ലേ. ഈ സെൽഫായിട്ട് പഠിക്കാൻ ആരംഭിച്ചതാണ് ടിപ്പിംഗ് പോയിന്റ്. അപ്പോൾ ഈ സെൽഫായിട്ട് പഠിക്കാൻ ആകെ വേണ്ടിയിരുന്നത് ഒരുപാട് ഡാറ്റയാണ്. ആ ഡാറ്റ അവൈലബിലിറ്റി ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവത്തോടെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സ്റ്റേജ് ആയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഈ AI എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമല്ല, അത് കുറേ കാലമായിട്ട് ഇവിടെയുണ്ട്. ഇനി AI-ൻ്റെ കപ്പാസിറ്റിയാണ് ദിനം പ്രതി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി അദ്ദേഹം അതിനെ വേഗം നമ്മുടെ പ്രസൻറ്റ് കാലത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി തന്നെ ചില കാര്യങ്ങളിൽ AI ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യരിൽ ജീവിച്ചവരിൽ ഏറ്റവും കൂടുതൽ IQ ഉള്ളതായിട്ട് പറയപ്പെടുന്നത് ഈ ഐൻസ്റ്റീൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ IQ ടെസ്റ്റ് നടത്തിയിട്ടൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ വെച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് വിലയിരുത്തുന്നത്. ഇലോൺ മസ്കിന് 155 IQ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ ഒരു ആവറേജ് മനുഷ്യൻ്റേത് ഒരു 100-110 ആ റേഞ്ചൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ആൾക്കാർക്ക് ഈ ChatGPT പോലത്തെ സംഭവങ്ങൾ, ChatGPT നിലവിൽ തന്നെ ചില ടാസ്കുകളിൽ ഹ്യൂമൻ ലെവൽ ഇൻ്റലിജൻസിന് മുകളിലാണ്. ചില മെഷേഴ്സിൽ ശരിക്കും IQ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എബിലിറ്റിനെ മെഷർ ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിലും മനുഷ്യൻ ചെയ്യുന്ന അതേ ടാസ്കുകൾ അതിനേക്കാൾ ക്വാളിറ്റിയിൽ ചെയ്യാൻ AI-ക്ക് ഇന്ന് കഴിയുന്ന ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യാണ്. അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പനികളൊക്കെ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയിൽ ഇനി ഹയർ ചെയ്യുന്ന സ്മാർട്ടസ്റ്റ് ഇൻഡിവിജ്വൽ ഉണ്ടാവില്ല, നമ്മുടെ കമ്പനിയിൽ ഏറ്റവും ബുദ്ധിയുള്ള ആൾ, ഏത് പണി ഏൽപ്പിക്കാൻ പറ്റുന്ന ആൾ, അത് ഭാവിയിൽ ഒരു ഹ്യൂമൻ ആവാനുള്ള ചാൻസ് കുറവാണ്, AI ആവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി വേറൊരു പോസിബിലിറ്റി അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഒരു AI ടൂൾ ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്നത് ഒരു ഇൻ്റലിജൻസ് ഓഗ്മെൻറ്റേഷനാണ്. ഇപ്പോൾ ഞാൻ എന്തൊക്കെ വർക്കാണോ ചെയ്യുന്നത്, എനിക്ക് AI കൂടെ സബ്സ്ക്രിപ്ഷനിൽ അവൈലബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻ്റലിജൻസിലേക്ക് ഇപ്പോൾ ഒരു 50 IQ പോയിൻ്റ് അഡീഷണൽ ആഡ് ചെയ്യുക. 50 ഒന്നും ചിലപ്പോൾ വലിയ പ്രശ്നമാവില്ല, പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇനഫ് ഫണ്ട് ചെയ്യാൻ കഴിയും, എനിക്ക് കാര്യങ്ങൾ അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ എനിക്കൊരു 100 IQ പോയിൻ്റ് അല്ലെങ്കിൽ 200 IQ പോയിൻ്റ് ഒക്കെ ആഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പൊട്ടൻഷ്യൽ ആലോചിച്ച് നോക്കി. അത്ര IQ പോയിൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകം നേരിടുന്ന ഏത് പ്രോബ്ലത്തെയും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം, ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AI-കളെ കൊണ്ടുവരുന്നത് ബിഗ് ടെക് കോർപ്പറേറ്റുകളാണ്. അവർ തന്നെയാണ് ഇതിന് മുൻപത്തെ റെവല്യൂഷനെ ലീഡ് ചെയ്തത്. ഇന്നും ശരിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ AI-കളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ മേജർ കോർപ്പറേറ്റുകൾ തന്നെയാണ്. അപ്പോൾ ലോകത്തിൽ ആദ്യത്തെ ട്രില്യനെയർ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി പറയുന്നുണ്ടല്ലോ, അത് ഇലോൺ മസ്കിന് വലിയ രീതിയിൽ അത് സാധ്യത പറയുന്നുണ്ട്. 2027 ആകുമ്പോഴേക്കും ലോകത്തിലെ ഫസ്റ്റ് ട്രില്യനെയർ ഉണ്ടാകും. എന്നുവെച്ചാൽ 3 കൊല്ലം കൂടെ ഇനിയുള്ളൂ. ഈ വർഷം തീരാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2-2.5 കൊല്ലമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പുള്ളിയുടെ അസറ്റ് നോക്കുന്ന സമയത്ത് ഒരു 200 ബില്യൺ ആ ഒരു ലെവലിലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 5 ഫോൾഡ് ഇൻക്രീസ് അടുത്ത 3 കൊല്ലത്തിലുണ്ടാവും. ഇതൊരു പോസിബിലിറ്റി ആട്ടോ, അതായത് കൺഫേം ആയിട്ട് എങ്ങനെ നടക്കും എന്നുള്ളതല്ല പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് കാരണക്കാരാവാൻ AI ഉണ്ടാവും എന്നുള്ള ഒരു പോസിബിലിറ്റി അവർ പറയുന്നുണ്ട്. റീസൺ എന്താണെന്ന് വെച്ചാൽ AI-ക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന, AI-ക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള ജോലികൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈവൻ ഇന്നൊവേഷൻ വരെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാക്കി മാറ്റാൻ പറ്റുന്ന പുള്ളി പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം കൊടുത്തിട്ട് ആ പ്രോബ്ലത്തിൻ്റെ മാക്സിമം ഐട്രേഷൻസ്, മാക്സിമം പോസിബിലിറ്റീസ് എടുക്കുക, എന്നിട്ട് ഓൾറെഡി വന്നിട്ടുള്ള പോസിബിലിറ്റീസിനെ അതൊന്ന് എലിമിനേറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇന്നൊവേഷൻ അതല്ലേ, എക്സിസ്റ്റിംഗ് അല്ലാത്ത ഒരു പോസിബിലിറ്റി കണ്ടെത്തുമ്പോൾ അത് പുതുമ കൊണ്ടുവന്നു എന്ന് പറയും, അഥവാ ഇന്നൊവേഷൻ കൊണ്ടുവന്നു എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ ചെയ്യാൻ കഴിയും, കാരണം അതുപോലെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓരോ മനുഷ്യന്മാർക്കും അവരുടെ കുറേ ഫോക്കസ് ഏരിയകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു 5-10 ഫോക്കസ് ഏരിയകളാണ് ഒരു മനുഷ്യൻ എപ്പോഴും ഉണ്ടാകുക. നമ്മുടെ ഫോക്കസ് ഏരിയകളിൽ AI എന്നുള്ള ടോപ്പിക്കോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റോ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ല എന്ന് വെക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അത് എന്നെ ബാധിക്കുന്നുണ്ടാവും, പക്ഷേ ഞാൻ ആ ഒരു ഇൻഫർമേഷനെ നെഗ്ലക്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ വലിയൊരു ശതമാനം ലോകത്തുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഇത് ഈ തവളകളുടെ കാര്യം പോലെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പരിധി വന്ന് നമ്മളെ ലൈഫിനെ എക്സാക്റ്റ്ലി ആ കൊല്ലുന്ന മൊമെൻ്റ് വരേക്കും നമ്മളത് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം സൊല്യൂഷനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ AI-ൻ്റെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും ഇനി ഇമ്പോർട്ടൻ്റ് ആവുന്ന കാര്യം AI-ൻ്റെ എത്തിക്സ് ആണ്. AI-ൻ്റെ എത്തിക്സ് അല്ല, ആക്ച്വലി AI ഉപയോഗിക്കുന്നവരുടെ എത്തിക്സ്. കാരണം AI ഒരു ടൂളാണ് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നവരെന്ത് ചെയ്യും? ഇപ്പം നമുക്ക് ഓട്ടോമേഷൻ വഴി ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും AI വന്ന് നമ്മളെ ജോലി എടുക്കുമെന്നുള്ളതല്ല. ആ AI-കളെ നിയന്ത്രിക്കുന്നത് ആരാണോ, AI പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് ആരാണോ, അവരാണ് ശരിക്കും നമ്മളെ ജോലി കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ഈ വലിയ കുത്തകകളൊക്കെ ഇത്തരത്തിലെ ജോബുകളെ സക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പുള്ളി പറയുന്നത് നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് AI യൂസ് ചെയ്ത് തുടങ്ങുക. കാരണം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് ജീവിക്കുന്നതിന് പകരം നമ്മൾ AI യൂസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമ്മളൊരു റീറ്റെയിൽ ബിസിനസ്സിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും, ഇവൻ ഞാനതിനെ കുറച്ചും കൂടി അപ്പുറത്താ പറയല്, ഒരു തെങ്ങ് കയറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ AI യൂസ് ചെയ്ത് തുടങ്ങണമെന്നാണ്. ഞാൻ ഇപ്പോൾ ഒരു റീസെൻ്റ്ലി എന്താ പറയുക, ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ ഒരു AI-യുടെ ഒരു യൂസ് കേസാണ്. ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പഴം വാങ്ങാൻ ഷോപ്പിൽ പോയി, അപ്പോൾ പഴങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ChatGPT-ക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ ഏതൊക്കെ പഴമാണ് എനിക്ക് എടുക്കാൻ പറ്റുന്നത് പറ്റാത്തതെന്നുള്ളത്. അപ്പോൾ ChatGPT ആ പഴത്തിൻ്റെ കളറും മറ്റുമൊക്കെ വെച്ചിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന പഴം അത്ര മോശം കണ്ടീഷനിലാണ്, അത് എടുക്കാൻ പറ്റില്ല, ഇന്നത് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് നിർദ്ദേശം കൊടുക്കുകയാണ്.
കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ നമുക്ക് ഇമേജൊക്കെ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും, അതിൻ്റെ ആവശ്യമുള്ള ഡാറ്റ തിരിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ജീവിതത്തിൽ ചിലപ്പം 10,000 പഴം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ChatGPT ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും പഴം കണ്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അതായത് ഈ ഡാറ്റ സെറ്റിൻ്റെ അവൈലബിലിറ്റിയാണ്. അപ്പോൾ എല്ലാം പിടിച്ചിട്ട് നമ്മൾ ഡിജിറ്റൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി ഒരുപാട് ഡാറ്റ ഇൻ്റർനെറ്റിന് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ശേഷി ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഉപയോഗിക്കാൻ തുടങ്ങുക. അപ്പോൾ ഉപയോഗിക്കാത്തവരെ നിർബന്ധമായിട്ടും റീപ്ലേസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. കാരണം ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഇൻ്റലിജൻസ് സർവീസാണ്. അപ്പോൾ നിങ്ങളെ IQവിനെ നിങ്ങൾക്ക് ബെറ്റർ ചെയ്യാം. ഇപ്പോൾ 100 IQ ഉള്ള ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇന്ന് ChatGPT നിങ്ങളുടെ ഡെയിലി ഫങ്ഷൻസിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 150 IQ ഉള്ള ആൾ ചെയ്യുന്ന പല ഫങ്ഷൻസും നിങ്ങളെ വർക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഇതുവരേക്കും AI ഉപയോഗിച്ച് തുടങ്ങാത്ത ആൾക്കാർക്ക് ഇതൊരു പരസ്യം തന്നെയാണ്. ഞാൻ ചെയ്യുന്ന എൻ്റെ കമ്പനിയുടെ പരസ്യമാണ്. നമ്മൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റി നമ്മുടേതാണ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി AI ടൂളുകളോട് ചോദ്യം ചോദിക്കേണ്ടുന്ന രീതി മനസ്സിലാക്കുക എന്നുള്ള. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. AIനോട് നല്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ നല്ല ഉത്തരങ്ങൾ കിട്ടും. നല്ല ചോദ്യങ്ങൾക്കാണ് നല്ല ഉത്തരം കിട്ടുക. അപ്പോൾ ബേസിക്കലി ഇത് ആ ഒരു പരിപാടി അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ബേസിക്സ് തൊട്ടിട്ട് എന്താണ് ജനറേറ്റീവ് AI, അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, എങ്ങനെ നമ്മൾ ഈ ലോകത്തിലേക്ക് എത്തി, അതിൻ്റെ ബെസ്റ്റ് പ്രോംപ്റ്റിംഗ് സ്ട്രാറ്റജികൾ, ഇതൊക്കെ പഠിപ്പിക്കുന്ന വലിയ പ്രോഗ്രാമുകളുണ്ട്. പക്ഷേ വളരെ ബേസിക് ലെവലിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു 1 വീക്ക് പ്രോഗ്രാം നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 499 രൂപയാണ് അതിൻ്റെ കോസ്റ്റ്. ഒരാഴ്ച കൊണ്ട് പഠിക്കുക, വാട്സപ്പ് വഴിയാണ് പഠിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം. ഇനി ഇത് ലൈക്ക് ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ലൈക്ക് അതൊരു ഹെൽപ്പിംഗ് ഹാൻഡ് വേണം ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമാണ്. അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് അത്യാവശ്യം റിസർച്ച് ചെയ്യാനും മറ്റൊക്കെ മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വായത്തമാക്കാൻ കഴിയുന്ന ശേഷി തന്നെയാണ്. ബേസിക് ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ AI ഉപയോഗിച്ച് തുടങ്ങണം. അതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പോയിന്റ്. രണ്ടാമത്തേത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ AIക്ക് നന്നായിട്ട് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മുൻപ് നമ്മൾ ഗൂഗിളിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണെന്ന് വെക്കുക. ഗൂഗിൾ നമുക്ക് ഒരുപാട് സെർച്ച് റിസൾട്ടുകളാണ് തരിക. ആ സെർച്ച് റിസൾട്ടുകളെ വായിച്ചും മനസ്സിലാക്കിയൊക്കെ നമ്മളൊരു കാര്യത്തിൽ സ്വയം അഭിപ്രായം രൂപീകരിക്കണം. പക്ഷേ ChatGPTയോട് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ChatGPT നമുക്കൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ആൻസറാണ് തരുന്നത്. അപ്പോൾ എന്താ ഇതിൻ്റെ വ്യത്യാസം? ഇതിൻ്റെ വ്യത്യാസം സിമ്പിളാണ്. നമുക്ക് ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ ChatGPTയും മറ്റോ അല്ലെങ്കിൽ ഇത്തരം AI ടൂളുകൾ, ജെമിനൈയോ ഏതോ ആയിക്കോട്ടെ, ഇവരുടെ ഡാറ്റാ സെറ്റിൽ വന്നിട്ടുള്ള ഡിസ്ക്രിപ്പൻസി കാരണമൊക്കെ ഒരു ഹാലൂസിനേഷൻ എഫക്റ്റ് എന്ന് പറയും. ഹാലൂസിനേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AIക്ക് ചില കാര്യങ്ങളിലൊക്കെ തെറ്റുത്തരം തരാനുള്ള നല്ല സാധ്യതയുണ്ട്. പക്ഷേ അത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആ തെറ്റുത്തരം തരും. അതായത് ഒരു സംശയത്തോടെ അന്തം വിട്ട് നിൽക്കുകയൊന്നും ചെയ്യില്ല, പകരം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആ തെറ്റുത്തരം തരും. അപ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണയില്ല എന്ന് വെക്കുക, സ്വാഭാവികമായിട്ടും നമ്മൾ തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനുള്ള കൗണ്ടർ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡൊമൈനിനകത്ത് നമ്മുടെ ഇൻഡിവിജ്വൽ നോളേജ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എഴുതണം, വായിക്കണം, പഠിക്കണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓഗ്മെൻറ്റ് ചെയ്യാനാണ് AI ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ടൈം കട്ട് ചെയ്യാനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഏത് മേഖലയിലാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്കില്ലുകൾ ദിനം പ്രതി ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം AI ടൂളുകളിൽ നിന്ന് തരുന്ന ഉത്തരങ്ങൾ കോമ്പീറ്റൻ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു എബിലിറ്റി വേണം. അല്ലാതെ AI തന്നു എന്ന് കരുതിയിട്ട് AI എനിത്തിങ് നമ്മൾ പറയുന്ന ഏത് വർക്കും ചെയ്തെടുത്തു എന്ന് കരുതിയിട്ട് നമ്മളത് കംപ്ലീറ്റ്ലി അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വർക്കുകളുണ്ട്. അതായത് ചിലതൊക്കെ AI തന്നെ ചെയ്തോട്ടെ എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചും കൂടെ ഇൻ്റലിജൻസ് റിക്വയർഡ് ആയിട്ടുള്ള ഈവൻ നമ്മളെ അക്കൗണ്ടബിൾ ആക്കാൻ പറ്റുന്ന ടാസ്കുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻ്റലിജൻസ് കൂടെ അതിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ ഇൻ്റലിജൻസ് ഒരു ഭാഗത്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുവിധം എല്ലാ ടാസ്കുകളെയും ഈ ഡിജിറ്റൈസേഷൻ കൂടുന്ന മുറയ്ക്ക് AIക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെയാണ് AIയുടെ ദിനംപ്രതിയുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്മെൻറ്റുകളും കാണുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹ്യൂമൻ കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മേഖലകളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ലൈക്ക് എൻ്റെ ഒരു കൺസെപ്റ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് 10 ടീച്ചറൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല കുട്ടികൾ ഉണ്ടാകുന്ന ഒരു ലോകമൊക്കെ ഭാവിയിൽ ഉണ്ടാവും. ഇന്നിപ്പോൾ ഓരോ കുട്ടിയും വളർന്ന് വലുതായി പിന്നീട് ഒരു സോഷ്യൽ എനിമി ആയിട്ടൊക്കെ മാറുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അവർ ആ നർച്ചറിങ് പീരീഡിൽ ചിലപ്പോൾ വേണ്ടത്ര കെയർ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഭാവിയിൽ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ഫ്യൂച്ചറൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിത്യജീവിതം ലൈക്ക് ജീവിതം നിലനിർത്താൻ വേണ്ടുന്ന ടാസ്കുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ഈ പറഞ്ഞ കുട്ടികളെ നോക്കുക, അങ്ങനത്തെ ബേസിക്കായിട്ട് ആ ഹ്യൂമൻ കണക്ഷൻ ആവശ്യമുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇനിയുള്ള കാലത്ത് അതിന് പോസിബിൾ ആവുന്നൊരു കാലമാണ് വരിക. അപ്പോൾ
ആ കാര്യങ്ങളിൽ ഹ്യൂമൻ കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റിൽ അദ്ദേഹം 1 മണിക്കൂറിൽ പറഞ്ഞ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്തതാണ്. ആവശ്യമുള്ളവർക്ക് ആ ഫുൾ വീഡിയോ കാണാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമില്ലേ, ഒരാഴ്ച കൊണ്ട് AI പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ AIൻ്റെ ബേസിക്സ് തൊട്ടിട്ട് പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രോഗ്രാം, അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ സന്ദർശിക്കുക.